പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ചാപ്റ്ററിലെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചാപ്റ്റർ ഫുള്ളായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലെങ്ത് കൺവേർഷനാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വി ഹാവ് ബീൻ യൂസിങ് എ സ്കെയിൽ ടു മെഷർ ലെങ്ത് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. വി ഓൾറെഡി നോ ദാറ്റ് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മളതാണ് പഠിച്ചത് അല്ലേ. 1 യൂണിറ്റാണ് 1 സെൻറ്റിമീറ്റർ. ഈ 1 സെൻറ്റിമീറ്ററിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 10 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ വരകളും എന്താണ്? മില്ലിമീറ്ററുകളാണ് കേട്ടോ, മില്ലിമീറ്ററുകൾ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് എന്ന് നമുക്കറിയാം. 10 മില്ലിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ് എന്ന് നമ്മൾ പറയണം. മനസ്സിലായോ നിങ്ങൾക്ക്? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 കുഞ്ഞു വരകൾ ചേരുന്നതാണ്, അതായത് 10 മില്ലിമീറ്റർ ആണ്. എത്ര സെൻറ്റിമീറ്ററുകൾ ചേരുന്നതാണ് ഈ 1 മില്ലിമീറ്റർ എന്ന് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 1 മില്ലിമീറ്റർ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താ? 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഈ 2 കുഞ്ഞു വരകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലേ. അതെന്താണ്? നമ്മൾ പറഞ്ഞു 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ ഓരോ പാർട്ടുകളും എന്താണ് എന്ന് പറഞ്ഞു? 1/10 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/10 സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1/10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഈ 1/10 സെൻറ്റിമീറ്ററിനെ നമുക്ക് ഡെസിമൽ പോയിന്റിൽ എങ്ങനെ എഴുതാം? നമ്മൾ യൂണിറ്റ് പ്ലേസിൽ നമുക്കിവിടെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് ഇടുന്നു. അടുത്തത് ടെൻസ് മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. അപ്പം അതിൻ്റെ ന്യൂമറേറ്ററിൽ എന്താണ്? 1 ആണ്. അപ്പോൾ 0.1 സെൻറ്റിമീറ്റർ, അതായത് 1/10 ഓഫ് എ സെൻറ്റിമീറ്റർ, ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 0.1 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ, അല്ലെങ്കിൽ 1/10 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഹൗ മെനി സെൻറ്റിമീറ്റർ ഈസ് 5 മില്ലിമീറ്റർ. 5 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ് എന്ന് പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1/10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5/10 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അതായത് ഈ 1 സെൻറ്റിമീറ്ററിൻ്റെ ഇടയ്ക്കുള്ള 5 കുഞ്ഞു വരകളാണ് 5 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 1/10കളുടെ 5 പാർട്സ്, അതാണ് 5/10 എന്ന് പറയുന്നത്. അപ്പോൾ 5/10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഈ ടെൻസിൻ്റെ പ്ലേസ് നമ്മുടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് എവിടെയാണ് വരുന്നത്? റൈറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് ഫസ്റ്റ് പ്ലേസ് എന്താണ്? ടെൻസിൻ്റെ പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ ഡെസിമൽ പോയിന്റിൽ എഴുതുമ്പം അതിൻ്റെ ന്യൂമറേറ്ററിൽ എന്താണോ അതാണ് നമ്മൾ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 0 ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ 0.5 സെൻറ്റിമീറ്റർ ആണ്. അതായത് 5/10 എന്ന് വെച്ചാൽ എന്താണ്? 0.5 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഡെസിമൽ പോയിന്റിൽ എഴുതുമ്പോൾ. ഇനി അടുത്തത് നോക്കിയേ, 12 മില്ലിമീറ്റർ. 12 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ് എന്ന് എഴുതണം. അപ്പോൾ 12 മില്ലിമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 സെൻറ്റിമീറ്റർ ആണ് എന്ന് എഴുതാം. അപ്പോൾ 12നെ നമുക്ക് അതിൽ 1 സെൻറ്റിമീറ്റർ വരുമല്ലേ. എങ്ങനെയാണ്? 12 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്ററും 2 മില്ലിമീറ്ററും കൂടെ ചേരുന്നതാണ്. ഈ 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അതായത് 10 കുഞ്ഞു പാർട്ടുകൾ ചേരുന്നതാണ് 1 സെൻറ്റിമീറ്റർ. ഇനി ഈ 2 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1/10കളുടെ 2 പാർട്സ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം.
അപ്പോൾ 2 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/10ൻ്റെ 2 പാർട്ടുകളാണ്. അപ്പോൾ 210 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അതായത് 1 സെൻറ്റിമീറ്റർ പ്ലസ് 210 സെൻറ്റിമീറ്റർ. ഇതെന്ത് വരും? 1 സെൻറ്റിമീറ്റർ ഒരു ഫുൾ യൂണിറ്റ് ആണ്. ഇനി ഇവിടെ 2/10 ആണ്. അപ്പോൾ നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇട്ടിട്ട് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് ഫസ്റ്റ് റൈറ്റിലെ പ്ലേസ് ടെൻസിൻ്റെ പ്ലേസ് ആണ്. അതിൻ്റെ ന്യൂമറേറ്ററിൽ 2 ആണ്. അപ്പോൾ 1.2 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 12 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? 1.2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. ഹൗ മെനി മില്ലിമീറ്റർ ഈസ് 5.6 സെൻറ്റിമീറ്റർ? എത്ര മില്ലിമീറ്ററുകളാണ് 5.6 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 10 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 50 മില്ലിമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 50 മില്ലിമീറ്റർ ആയിരിക്കും. ഇനി നോക്കി, ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടൊരു 6ഉം കൂടെ ഉണ്ടല്ലേ. 5.6 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 5 + 5 യൂണിറ്റ് പ്ലേസിലാണ്. 0.6 എന്ന് വെച്ചാൽ, അതായത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 6 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 1/10കളുടെ 6 പാർട്സ് ഉണ്ട്. അതായത് ഇത് 6 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 50 മില്ലിമീറ്ററും 6 മില്ലിമീറ്ററും കൂടെ ചേരുന്നത് ടോട്ടൽ 56 മില്ലിമീറ്റർ ആണ്. എന്താ? 5.6 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ഡയറക്റ്റ് അങ്ങ് എഴുതാം. 5.6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഡെസിമൽ പോയിൻ്റ് കളഞ്ഞാൽ 56 മില്ലിമീറ്റർ ആണ് എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബിലോ മില്ലിമീറ്റർ ടു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ടു മില്ലിമീറ്റർ. ഇതിലേതിലേക്കെങ്കിലും നമ്മൾ മാറ്റി ഇതിനെ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അപ്പോൾ ദാറ്റ് 12 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ് എന്ന് തന്നിട്ടുണ്ട്? 1.2 സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. 56 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ 5.6 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 70 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? 7.0 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ 0.9 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര മില്ലിമീറ്റർ ആണ് എന്ന് എഴുതണം അല്ലേ? അപ്പോൾ ദാ ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടാണ് റൈറ്റ് സൈഡിലാണ് നമുക്ക് 9 തന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ 1/10കളുടെ 9 പാർട്സ് ഉണ്ട്. അതിൻ്റെ മീനിങ് 9 മില്ലിമീറ്ററുകളുണ്ട്. അപ്പോൾ 9 മില്ലിമീറ്റർ ആണ് 0.9 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ 134 മില്ലിമീറ്റർ. അപ്പോൾ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതെന്താവും? 134 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 13.4 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ ഇതേപോലത്തെയൊക്കെ വരുമ്പോൾ ചില സ്റ്റുഡൻസിന് ഒരു ഡൗട്ട് കാണും. അപ്പോൾ ആ ഡൗട്ട് വരാതിരിക്കാൻ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം കേട്ടോ. അതായത് നമ്മൾ സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? 10 മില്ലിമീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 7 സെൻറ്റിമീറ്ററിനെ നമുക്ക് മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? 7 × 10 ചെയ്താൽ മതി. അപ്പോൾ 70 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി 3.6 മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം നമുക്ക് എന്തായിരിക്കും കിട്ടുക? അപ്പം നമ്മൾ ഇതുപോലെ ഡെസിമൽ പോയിൻറ്റുകൾ വരുന്ന നമ്പേഴ്സിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് റൈറ്റിലേക്ക് മൂവ് ആവും. എന്താവും? 36 മില്ലിമീറ്റർ എന്നാവും. 36 മില്ലിമീറ്ററിനെയാണ് നമ്മൾ 3.6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി തിരിച്ച് മില്ലിമീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10 കൊണ്ട് ഡിവിഷൻ ചെയ്യും. ഇത് പുറകാലം നിങ്ങൾ പഠിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നോക്കിയേ, 203.6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതിനെ നമ്മൾ മില്ലിമീറ്ററിലോട്ട് മാറ്റണം.
അപ്പോൾ ഇവിടെ 20 നമ്മൾ എന്ത് വരും 2036 മില്ലിമീറ്റർ എന്ന് വരും. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റേ ഉള്ളെങ്കിൽ നമുക്ക് എന്തെഴുതാം, മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഡെസിമൽ പോയിൻ്റ് മാറ്റിയിട്ട് നമുക്ക് തന്നിരിക്കുന്നതിനെ നമ്മൾ അതേപോലെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഇതാ ഇവിടെ നോക്കിയേ 5.6 സെൻറ്റിമീറ്റർ ആയിരുന്നു, അതിനെ മില്ലിമീറ്ററിലാക്കിയപ്പോൾ ഡെസിമൽ പോയിൻ്റ് മാറി 56 എന്നായി. ഇനി മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ 12 എന്നുള്ളത് എന്താവും 1.2 ആവും. 134 എന്നുള്ളത് എന്താവും 13.4 ആവും. ഇതെന്താവും 203.6 ആവും. അപ്പോൾ മില്ലിമീറ്ററിനെയും സെൻറ്റിമീറ്ററിനെയും കൺവേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ നമ്പേഴ്സാണ് തരുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഇത് കൺവേർട്ട് ചെയ്യുന്ന ഒരിത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി ബാക്കിയുള്ള 100-ൻ്റെയും 1000-ൻ്റെയും ഒക്കെ വരുമ്പോൾ ഈ ഒരു ട്രിക്ക് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഡെസിമൽ നമ്പറാണ് തന്നിരിക്കുന്നതെന്ന് വെച്ചു. ഇവിടെ തന്നെ തന്നിരിക്കുന്ന 203.6 സെൻറ്റിമീറ്ററിനെ നമുക്ക് മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മില്ലിമീറ്ററിലോട്ട് നമ്മൾ 10 കൊണ്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഡെസിമൽ പോയിൻ്റ് റൈറ്റിലേക്ക് മൂവ് ആകും. 10 കൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 0 ഉള്ളൂ, അതുകൊണ്ട് ഈ ഡെസിമൽ പോയിൻ്റ് 1 ഡിജിറ്റ് ഇങ്ങോട്ട് മൂവ് ആകും. മൂവായിട്ട് എന്താവും 203 അതുപോലെ എഴുതും. ഈ ഡെസിമൽ പോയിൻ്റ് ഇങ്ങോട്ട് മാറുമ്പോൾ 6ഉം കൂടെ എവിടെ വരും, 3യുടെ കൂടെ ഇപ്പുറത്ത് വരും. 0 എന്ന് നമുക്ക് എഴുതാം. 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 2036 മില്ലിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ 43.5 സെൻറ്റിമീറ്ററിനെ നമുക്ക് മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ബിഗ്ഗർ യൂണിറ്റിനെ സ്മോളർ യൂണിറ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സെൻറ്റിമീറ്ററാണ് വലുത്, മില്ലിമീറ്റർ ചെറിയ യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്തുകൊണ്ടാണ് 10 കൊണ്ട് ചെയ്യുന്നത്, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്ററാണ്, അതുകൊണ്ടാണ് 10 കൊണ്ട് ചെയ്യുന്നത്. ഇനി അടുത്ത വെയ്റ്റിൻ്റെതൊക്കെ വരുമ്പോൾ അതുപോലെ മീറ്ററിൻ്റെത് വരുമ്പോൾ 100 കൊണ്ടായിരിക്കും, വെയ്റ്റിൻ്റെത് വരുമ്പോൾ 1000 കൊണ്ടായിരിക്കും. അത് നമ്മൾ പുറകാലെ പഠിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ടാണ്, അതായത് ബിഗ്ഗർ യൂണിറ്റിനെ സ്മോളറിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഡെസിമൽ പോയിൻ്റ് എങ്ങോട്ട് മൂവ് ആവും, റൈറ്റിലേക്ക് മൂവായിട്ട് ഇതെന്തായിട്ട് മാറും 135 മില്ലിമീറ്റർ എന്നായിട്ട് മാറും. ഇനി നമുക്ക് മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നോക്കിയേ 77 മില്ലിമീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിവിഷനാണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്ത നമ്പറാണെങ്കിൽ ഈ റൈറ്റിൽ നിന്ന് 10 കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഡിജിറ്റ് നമ്മൾ ഇങ്ങോട്ട് മൂവായി ഡെസിമൽ പോയിൻ്റ് അവിടെ കൊടുക്കും. അപ്പോൾ 7.7 സെൻറ്റിമീറ്റർ. 77 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 7.7 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തത് 9 മില്ലിമീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. 9 മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് ഡെസിമൽ പോയിൻ്റ് തന്നിട്ടില്ല. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 1 ഡിജിറ്റ് മാറും. അപ്പോൾ ദാ ഇവിടെ വരും. അപ്പോൾ നമുക്ക് 0.9 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. മനസ്സിലായല്ലോ. അപ്പോൾ സ്മോളർ യൂണിറ്റിനെ ബിഗ്ഗറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിവിഷൻ ചെയ്യും. അതായത് മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാണെങ്കിൽ 10 കൊണ്ട് ചെയ്യും. ഓക്കെ. ഇനി സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, എത്ര കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പുറകാലെ പഠിക്കും. ഇപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സെൻറ്റിമീറ്ററിനെ
മില്ലിമീറ്ററിലോട്ടാക്കാനാണെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് എങ്ങോട്ട് മൂവ് ആകും? ഒരു പ്ലേസ് റൈറ്റിലേക്ക് മൂവ് ആകും. ഇനി മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മുടെ ഡെസിമൽ പോയിൻ്റ് 1 ഡിജിറ്റ് മൂവ് ആകും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇങ്ങനെ ഓർത്ത് വെച്ചാലും ചെയ്യാൻ ഈസിയാണ് കേട്ടോ. വി ഓൾസോ നോ ദാറ്റ് 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരത്തെ നമ്മൾ പഠിച്ചു 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ് എന്ന് പഠിച്ചു. അപ്പോൾ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/10 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ ഇവിടെ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/100 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, നമ്മൾ 100 കൊണ്ട് ഇവിടെ ഡിവിഷൻ ആണ് ചെയ്യുന്നത്. ഡിവിഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞേ? നമ്മുടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മുടെ ഡെസിമൽ പോയിൻ്റ് മൂവ് ആകും. അപ്പോൾ മുകളിൽ നമ്മൾ 10 കൊണ്ട് ചെയ്തത് കൊണ്ട് ഒരു ഡിജിറ്റ് ഡെസിമൽ പോയിൻ്റ് മൂവ് ആയുള്ളൂ. ഇവിടെ 100ന് 2 സീറോസ് ഉണ്ട്, അതുകൊണ്ട് എന്താവും? ഡെസിമൽ പോയിൻ്റ് 2 പ്ലേസസ് മൂവ് ആകും. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ 1 ആണ് അല്ലേ? 1ൻ്റെ 2 പ്ലേസസ് മൂവ് ആകണമെങ്കിൽ, ഇവിടെ നിന്ന് മൂവ് ആകണമെങ്കിൽ ഇവിടെ വരുമ്പം ഒരു പ്ലേസ്, ഇവിടെ വരുമ്പം രണ്ടാമത്തെ പ്ലേസ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്ലേസിൽ നമുക്കൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എന്തിട്ട് കൊടുക്കും? ഒരു 0 ഇട്ട് കൊടുക്കും. എന്നിട്ടിവിടെ പോയിൻ്റ് ഇടും. ഇവിടെ 1ൻ്റെ പ്ലേസിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരു 0 കൊടുക്കും. അപ്പോൾ എന്തായി? 0.01 മീറ്റർ എന്ന് കിട്ടി. അതായത് 1/100 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 0.01 മീറ്ററാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3/100 മീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 2 സീറോസ് ഉണ്ട്, 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡെസിമൽ പ്ലേസ് ഇവിടെ നിന്ന് 2 ഡിജിറ്റ്സ് ഇങ്ങോട്ട് മൂവ് ആകും. അപ്പോൾ എന്താകും? 03 എന്ന് വരും. ഇവിടെ പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കും, എന്നിട്ട് ഡെസിമൽ പോയിൻ്റ് ഇടും. അപ്പോൾ 0.03 എന്ന് വരും. ഓക്കെ, ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിയാലും നിങ്ങളുടെ ഇത് തെറ്റത്തില്ല കേട്ടോ.